ഒരിടവേളയ്ക്ക് പിന്നാലെ വീണ്ടും ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ പിടിമുറുക്കുകയാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വാക്സിനേഷൻ പുരോഗമിച്ചു വരികയാണ് എങ്കിലും കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് കുവൈറ്റിൽ നിന്നും പുറത്തുവരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ICUവിലും കോവിഡ് വാർഡുകളിലും ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ ആരോഗ്യ സാഹചര്യം അപകട വലയത്തിലേക്ക് കടന്നുവന്ന മുന്നറിയിപ്പാണ് ഉന്നത സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. രാജ്യത്ത് കോവിഡ് സാഹചര്യം ഇനിയും മോശമായാൽ പ്രവർത്തനങ്ങളെല്ലാം നിരോധിച്ച് അടിയന്തരമായി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. അൽ അദാൻ, ജഹ്റ, ഫർവാനിയ ആശുപത്രികളിൽ നിരവധി കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. രാജ്യത്തെ മറ്റ് ആശുപത്രികളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കും ജോലി ഇരട്ടിയാക്കുകയാണ്. ജാബർ ആശുപത്രിയിൽ പ്രതിദിനം 160ഓളം കോവിഡ് രോഗികൾ എത്തുന്നതായാണ് വിവരം. രാജ്യത്തെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബ വ്യാഴാഴ്ച സമഗ്രമായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. ഇതിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ കർഫ്യൂ ഏർപ്പെടുത്തുന്നതടക്കമുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് കടുത്ത നിയന്ത്രണങ്ങളോടെ കടകമ്പോളങ്ങളെല്ലാം തുറന്നത്. ഈ സാഹചര്യത്തിൽ വീണ്ടും കോവിഡ് സങ്കീർണമാകുന്നതും കൂടാതെ വീണ്ടും നിയന്ത്രണം കടുപ്പിക്കേണ്ടി വരുന്നതും പ്രവാസികളെ സാരമായി തന്നെ ബാധിക്കും. അതേസമയം കുവൈറ്റിൽ ഇതുവരെ 24 ലക്ഷത്തിലേറെ ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഞായറാഴ്ച വരെ 23,75,455 ഡോസ് വാക്സിനാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 14,82,148 പേർ ഒരു ഡോസ് മാത്രം സ്വീകരിച്ച് രണ്ടാമത്തെ അപ്പോയിന്റ്മെന്റിന് കാത്തിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.